അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി നമ്മുടെ ബൈക്കിൻ്റെ സെക്കൻഡ് സർവീസ് ആയിട്ടുണ്ടായിരുന്നു. ഞാൻ നേരത്തെ മൊബൈലിൽ റിമൈൻഡർ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഡിസംബർ 17 നമ്മുടെ സെക്കൻഡ് സർവീസിനുള്ള ഡേറ്റ് ആയിട്ടുണ്ട്. രാവിലെ ജോലിക്ക് പോകുന്ന വഴി നമുക്കിത് കൊടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. സാധാരണ വിൻ്റർ തുടങ്ങി കഴിഞ്ഞാൽ ഒരു ഒക്ടോബർ ആകുമ്പോഴത്തോടെ മഞ്ഞ് കണ്ടു തുടങ്ങും. പക്ഷേ ഇപ്രാവശ്യം ഡിസംബർ ആയിട്ട് ഇന്നാണ് കുറച്ചെങ്കിലും മഞ്ഞ് കണ്ടത്. അപ്പോൾ ജോലിക്ക് കയറാൻ ടൈമായിട്ട് ഞാനിങ്ങനെ എന്തുകൊണ്ടാണ് ബൈക്ക് എടുക്കാതെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതെന്ന് അറിയുന്നതിന് വെച്ചിട്ട് കമൻറ്റ് ചെയ്യുക. മെയിൻ റോഡിലേക്ക് വന്നപ്പോൾ അത്യാവശ്യം ചെറിയ മഞ്ഞ് അതുപോലെ നല്ല തണുത്ത കാറ്റുമുണ്ട്. അങ്ങനെ രാവിലെ വന്ന് ജോലിക്ക് ചെക്ക് ഇൻ ചെയ്തിട്ട് എൻ്റെ ഒരു ഫ്രണ്ടിനെ കൂട്ടി നമ്മൾ ബൈക്ക് നേരെ കൊണ്ട് ഷോറൂമിൽ കൊടുത്തു. നമ്മുടെ തൊട്ടടുത്ത് തന്നെയാണ് ഇവിടെ ഷോറൂം ഉള്ളത്. 4500 കിലോമീറ്റർ ടു 5000 കിലോമീറ്റർ അല്ലെങ്കിൽ 8 മാസമാണ് ഇതിൻ്റെ ഒരു സെക്കൻഡ് സർവീസിൻ്റെ ടൈം വരുന്നത്. അപ്പോൾ നമ്മുടെ 8 മാസം ഇപ്പോൾ കംപ്ലീറ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ തന്നെ കൊണ്ട് വണ്ടി സർവീസിന് കൊടുത്തു. ഇപ്പോൾ സമയം ഏകദേശം 10:15 നമുക്ക് ഏകദേശം 1.5 മണിക്കൂർ കഴിഞ്ഞ് പോയാൽ മതി ഇനി എടുക്കാൻ. അപ്പോൾ സമയം ഏകദേശം 12 മണി ആയിട്ടുണ്ട്. നമുക്ക് നേരെ പോയി ബൈക്ക് എടുക്കാം. ഇനി എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കൂടെയാണ് ഞാൻ പോകുന്നത്. ഈ ഒരു NSൻ്റെ വീഡിയോ ഞാൻ ഈ കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആളുടെ കൂടെയാണ് നമ്മളിത് പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്തുള്ള കപൂർത്തല ബജാജിൻ്റെ ഷോറൂം വരുന്നത്. ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് സർവീസിൻ്റെ ഒരു ഏരിയ. നേരെ നമുക്ക് ബൈക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ബൈക്ക് വാഷിംഗ് ഒക്കെ കഴിഞ്ഞ് സർവീസെല്ലാം കഴിഞ്ഞ് റെഡി ആയിട്ടിരിപ്പുണ്ട്. ഞാൻ ഈ ഒരു ബൈക്ക് എടുത്തിട്ടുള്ള വീഡിയോ അത് കഴിഞ്ഞിട്ട് എൻ്റെ ഒരു യൂസർ റിവ്യൂ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ എല്ലാം താഴെ ഇപ്പോഴും കമൻറ്റ് വന്നുകൊണ്ടിരിക്കുന്നത് വണ്ടി ഇപ്പോൾ എങ്ങനെയുണ്ട്, അതായത് ഇപ്പോൾ എന്തെങ്കിലും കംപ്ലയിൻസ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ച് ഒരുപാട് കമൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഈ ഒരു ബൈക്കിൽ മെയിനായിട്ട് വന്നിട്ടുള്ള ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ചെയിനിൻ്റെ സൗണ്ടും അതുപോലെ തന്നെ ചെയിൻ ലൂസ് ആവുന്നൊരു പ്രോബ്ലം ആയിരുന്നു. അപ്പോൾ അത് അവർ റിസോൾവ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ അതൊരു ഹാൻഡിലിന് ചെറിയൊരു നോയ്സ് ഉണ്ടായിരുന്നു നമ്മൾ വളയ്ക്കുമ്പോഴൊക്കെ. അപ്പോൾ അതിനവർ സ്പ്രേ ചെയ്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഇനിയും തുടയ്ക്കണമെന്നൂടെ. അപ്പോൾ നമ്മുടെ ബില്ല് റെഡി ആയിട്ടുണ്ട്. ഫസ്റ്റ് സർവീസിന് ഞാൻ പറഞ്ഞായിരുന്നു ഇതിന് ഫ്രീ സർവീസ് ഇല്ല, പെയ്ഡായിരുന്നു. സെക്കൻഡ് സർവീസ് വന്നത് എനിക്ക് ഏകദേശം 250 രൂപയാണ് ഇന്ന് ഇതിനൊരു ചാർജ് വന്നിട്ടുള്ളത്. അപ്പോൾ വണ്ടിയൊക്കെ ഓടിച്ച് നോക്കി സർവീസൊക്കെ നല്ല പക്കയായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സെക്കൻഡ് സർവീസ് കഴിഞ്ഞ് തേർഡ് സർവീസ് എന്ന് പറയുന്നത് 10000 കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു വർഷത്തിലാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. വണ്ടിയായിട്ട് റിലേറ്റഡ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചോദിച്ചാൽ മതി, എല്ലാം നമ്മൾ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. സോ ഗൈസ് കീപ് സപ്പോർട്ടിങ്. താങ്ക് യു.